ഓക്കെ, പെരുമ്പാവൂർ മണ്ഡലമാണ് ഇനി അനലൈസ് ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ. അത് 8 ലോക്കൽ ബോഡി ചേർന്നാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളും ചേർന്നാണ് പെരുമ്പാവൂർ മണ്ഡലം. പെരുമ്പാവൂരിലെ വോട്ട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ മിക്ക മണ്ഡലങ്ങളും കാണുന്ന പോലെ UDF അപ്പർ ഹാൻഡാണ്. UDF 61,000 വോട്ട് 40% നേടുമ്പോൾ LDF 30% നേടും, 47,000 വോട്ടുണ്ട്. NDA 26,000 വോട്ട് ഉണ്ട്, 17% ഉണ്ട്. ഇതാണുള്ള ഓക്കെ, കുറച്ചുകൂടെ കാണും, 30,000 ഒക്കെ ആവാം. ഇപ്പോൾ 2020 സഖ്യം കൂടെ ഉണ്ട്, അതിൻ്റെ ടോട്ടൽ വോട്ടാണ് 2020 കൂട്ടിയാണിത്. അതേഴ്സ് 19,000. UDF അവിടെ UDF മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ UDF 83 ഉള്ളപ്പോൾ LDF 43 ഉള്ളൂ. കാരണം വോട്ട് ഷെയർ ഇച്ചിരി 10% കുറവുള്ളെങ്കിലും മെമ്പർമാർ പകുതിയേ ഉള്ളൂ. സ്വതന്ത്രർ 17, NDA 16. NDAക്ക് കൊള്ളാമല്ലോ, 26,000 വോട്ടെ പിടിച്ചുള്ളെങ്കിലും 16 മെമ്പർ ഉണ്ടെന്ന് വെച്ചാൽ ചില പോക്കറ്റുകളിൽ അവർക്ക് നല്ല സ്വാധീനമുണ്ട്. ബാക്കിയുള്ളിടത്തുള്ള സ്പ്രെഡും അതും വോട്ടും ഒന്നും വരുന്നില്ല. ചില വാർഡുകളിലും പഞ്ചായത്തുകളിലും ചില വാർഡുകളിലും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പെരുമ്പാവൂരിൻ്റെ പഴയ ഇലക്ഷൻ ഹിസ്റ്ററി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളെ നോക്കാം. 2011 കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDFൻ്റെ ആയിരുന്നു അത്. 2015 CPIM മത്സരം ജയിച്ചാണ്. 2016 ആയപ്പോൾ അത് കോൺഗ്രസ് അട്ടിമറിച്ചു, ചെറിയൊരു മാർജിന് അട്ടിമറിച്ചു, 7,000 വോട്ട്. 2021 എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹം നിലനിർത്തിയത് ഈ കഴിഞ്ഞ തവണ. അതിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കൊടുക്കുകയും ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇവർ വളരെ ചെറിയ മാർജിനാണ് കോൺഗ്രസ് ആണ് ജയിച്ചത്, 3,000 വോട്ടേ ഉള്ളൂ. പക്ഷെ 2020 അവിടെ 20,000 വോട്ട് പിടിച്ചു. BJPയുടെ TP സിന്ധുമോൾ 15,000 വോട്ടും പിടിച്ചു. ടോട്ടൽ BJPയുടെ 2020 കൂടെ കൂട്ടിയാൽ തന്നെ 35,000 വോട്ട് അവിടെ 2021 ഇപ്പോഴുള്ള NDA കക്ഷി 2020 NDAയിലോട്ട് വന്നപ്പോൾ 35,000 വോട്ടുള്ള അവിടെ പോസിബിലിറ്റി അവിടെ കിടപ്പുണ്ട്. ബാക്കി എല്ലാവർക്കും 50,000-53,000 അപ്പോൾ ഇത്തവണ എൽദോസ് കുന്നപ്പള്ളി മാറി മനോജ് മൂത്തേടനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ബേസിൽ പോളിനെയാണ് ഇട്ടേക്കുന്നത്. 2020 ജിബി പതിക്കലിനെയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആക്ച്വലി കോൺഗ്രസിനാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. കാരണം കോൺഗ്രസിന് 40% വോട്ടുണ്ട്. LDFൻ്റെ 30% എന്നുള്ളത് കുറച്ചുകൂടെ കുറയും. ഭരണവിരുദ്ധത ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ LDFൻ്റെ വോട്ട് കുറയാനാണ് സാധ്യത. മെമ്പർമാരും കുറവാണ്. LDFന് പകുതി 83, UDF മെമ്പറുള്ളപ്പോൾ 43 ഉള്ളൂ. NDA ഇവിടെ കണ്ടില്ല, ചില പോക്കറ്റുകളിലേ ഉള്ളവർക്ക്. അപ്പോൾ മണ്ഡലത്തിൽ പല വീഡിയോയിലും പറയാനുള്ള പോലെ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണേലും പല പഞ്ചായത്ത് മെമ്പറിനെ നിർത്താൻ BJPക്ക് ആളില്ല. ചില ഏരിയയിലൊക്കെ ഉള്ള സ്വാധീനം എല്ലാ പഞ്ചായത്തിലും. പക്ഷെ അത് മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ട് വരുമ്പോൾ ഈ വാർഡുകളിൽ നിന്നൊക്കെ വോട്ട് വരും. കാരണം അവിടെ നിന്ന് സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് വോട്ട് കാസ്റ്റ് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മണ്ഡലത്തിൽ വരുമ്പോൾ അപ്പോൾ ഒരു 10% വോട്ട്, ഒരു 3,000 വോട്ടോളം ഓൾറെഡി അവിടെ കിടപ്പുണ്ട് പാർട്ടി എന്നുള്ള രീതിയിൽ. 30,000 വോട്ടുണ്ട് ഇവിടെ. അതിൽ നിന്ന് ഒരു 5,000-10,000 കൂട്ടാൻ പറ്റുമോ, ഏത് മുന്നണിയിൽ നിന്ന് പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു വിജയ സാധ്യതയിൽ നിൽക്കുന്നത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ UDFന് തന്നെയാണ് ഞാൻ ബെറ്റ് ചെയ്യുന്നത്. UDF ഈ പെരുമ്പാവൂർ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ NDA ഒരു കുതിച്ചാട്ടം ഉണ്ടാവും, കറുത്ത കുതിര ആവാം. NDA 2020 സഖ്യം ഒരു 2ാം സ്ഥാനം എത്താനുള്ള സാധ്യത ഉണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ട് 35,000 വോട്ട് അവർ പിടിച്ചാണ് രണ്ടായിട്ട് മത്സരിച്ചപ്പോൾ. അപ്പം എന്തായാലും പെരുമ്പാവൂർ ഞാൻ UDFന് ബെറ്റ് ചെയ്യുന്നു. 2ാം സ്ഥാനം ചിലപ്പോൾ NDAക്ക് ആയിരിക്കാം കിട്ടാനുള്ള സാധ്യത.